ദിനുവേൽ, ഇപ്പോൾ ഇതിൽ എന്തിനായിരുന്നു ഇത്ര ധൃതി എന്ന് ചോദിക്കുന്നത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഉള്ളവരാണ് എന്നതാണ്. അതിൽ എം.വി. ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ചോദിക്കുകയാണ് എന്തിനായിരുന്നു ഇത്ര ധൃതി എന്ന് ചോദിക്കുന്നു. ഇത് പരിശോധിക്കണം, ഈ ധൃതി എന്തിനായിരുന്നു എന്നതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കലാവാസനയെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. ഈ വേടനോട് സ്വീകരിച്ച നിലപാട് അതൊട്ടും ശരിയായില്ല എന്ന് പറയുകയാണ് CPIM സംസ്ഥാന സെക്രട്ടറി. കൂടാതെ മറ്റ് പലയിടങ്ങളിൽ നിന്നിപ്പോൾ സമൂഹ മാധ്യമങ്ങൾ തുറന്നാൽ മുഴുവൻ നമുക്ക് കാണാൻ കഴിയുന്നതും ഇത് തന്നെയാണ്. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കാം എന്നാണ് താങ്കൾ കരുതുന്നത്? ഈ ഒരു രൂഢമൂലമായിരിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ ഇരിക്കുന്ന ആ ഒരു ജാതി ചിന്ത, അതിൽ നിന്ന് നമുക്കൊരിക്കലും മോചനമില്ല എന്നതിൻ്റെ ഒരു പ്രതിഫലനമായി ഈ സംഭവത്തെ താങ്കൾ കാണുന്നുണ്ടോ, അതോ ഇതിൽ പിന്നിൽ മറ്റെന്തെങ്കിലുമാണോ ദിനു? സമൂഹത്തിലെ വൾണറബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകൾ കുറ്റാരോപിതരാകുന്ന സമയത്ത്, അവർ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിന്റെ മുന്നോട്ടേക്ക് വരുന്ന സമയത്ത് അവർക്ക് പ്രത്യേക രീതിയിലുള്ള കെയർ ആൻഡ് പ്രൊട്ടക്ഷനും ശ്രദ്ധയും ഒക്കെ കൊടുക്കണമെന്ന് അന്താരാഷ്ട്ര തലത്തിൽ പല രാജ്യങ്ങളിലും നിയമവ്യവസ്ഥയ്ക്കകത്ത് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇവിടെ വേടൻ എന്ന് പറയുന്ന വ്യക്തി ദളിതനായതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രത്യേക പരിഗണന ആവശ്യമാണെന്ന് ഞങ്ങൾ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടത് അദ്ദേഹം ദളിതനായതുകൊണ്ട് അദ്ദേഹത്തിന് ലഭിക്കേണ്ട, ഒരു കുറ്റാരോപിതന് ലഭിക്കേണ്ട ബെയർ മിനിമം ആയിട്ടുള്ള ചില കാര്യങ്ങൾ അയാൾക്ക് നഷ്ടപ്പെടുത്തരുത്. ആ പരിഗണന സ്റ്റേറ്റ് ദളിതനായതുകൊണ്ട് മാത്രം കൊടുക്കാതിരിക്കരുത് എന്നുള്ളതാണ് കൃത്യമായി നമ്മൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായി നമുക്ക് ഇരട്ട നീതി നടപ്പിലായി എന്ന് പറയാൻ വേണ്ടി സാധിക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ കേസിനകത്ത് നടന്നിട്ടുള്ള തിടുക്കത്തോടെയുള്ള അറസ്റ്റാണ്. വളരെ കൃത്യമായി ജോഗീന്ദർ കുമാർ കേസിനകത്തും DK ബസു കേസിനകത്തും ഒക്കെ തന്നെ സുപ്രീം കോടതി എന്ത് അവസരത്തിലാണ് ഒരു വ്യക്തിയെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച കൃത്യമായ ഗൈഡ് ലൈനുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രധാനമായി ഒരു വ്യക്തി ഒരുപക്ഷെ സെൽഫ് ഹാം ചെയ്യാൻ സാധ്യതയുള്ളപ്പോൾ, എവിഡൻസിനെ ടാമ്പർ ചെയ്യാൻ സാധ്യതയുള്ള സമയത്ത്, രാജ്യം കടന്നുകൊണ്ടോ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് അബ്സ്കോണ്ട് ചെയ്യാനുള്ള സാധ്യതയുള്ള സമയത്ത്, ഈ സമയത്തൊക്കെ അറസ്റ്റ് എന്ന് പറയുന്നത് ഒരു അനിവാര്യതയാണ്. ഈ കേസിനകത്ത് ഇത്തരത്തിൽ എന്ത് അനിവാര്യതയുടെ പുറത്താണ് വേടനെ ഇത്ര പെട്ടെന്ന് അറസ്റ്റ് ചെയ്തത് എന്നുള്ള ചോദ്യമാണ് ഏറ്റവും ആദ്യം വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് ചോദിക്കാനുള്ളത്. ഇതിലേത് കാര്യം ലംഘിക്കും വേടൻ എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടായതുകൊണ്ടാണ് ഇത്ര തിടുക്കപ്പെട്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അറസ്റ്റിന് ശേഷം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പ്രതികരണങ്ങളിൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന്, ഇദ്ദേഹത്തിന്റെ ശ്രീലങ്കൻ വംശജനായ അമ്മയെ കുറിച്ചുള്ള പരാമർശമാണ്. നോക്കൂ, ക്രിമിനൽ ട്രൈബ് ആക്ടിലൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അമ്മയും അച്ഛനും ഒക്കെ ഒരു പ്രത്യേക വിഭാഗത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവർ കുറ്റക്കാരാവുമെന്ന് ഇന്ത്യക്കകത്തുണ്ടായ നീതിന്യായ വ്യവസ്ഥയെ, കൊളോണിയൽ നിയമത്തെ മാറ്റി തീർത്ത ആളുകളാണ് നമ്മൾ. വീണ്ടും ക്രിമിനൽ ട്രൈബ് ആക്ടിന്റെ മനസ്സിലിരിപ്പ് കൊണ്ടാണ് ഇത്തരം ഉദ്യോഗസ്ഥർക്ക് വേടന്റെ അമ്മയായിട്ടുള്ള ശ്രീലങ്കൻ വംശജയുടെ നേരെ കൈ ചൂണ്ടാൻ വേണ്ടി സാധിക്കുന്നത്. എന്താണ് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്? വേടൻ അന്വേഷണവുമായി നന്നായി സഹകരിക്കുന്നു എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. നമ്മൾ പരിശോധിക്കേണ്ടത്, ഈ ആവർത്തിച്ച് പറഞ്ഞ ഉദ്യോഗസ്ഥർ കോടതിയിലേക്ക് കേസ് വന്ന സമയത്ത് എന്ത് പറഞ്ഞു ബെയിൽ ആപ്ലിക്കേഷനിൽ എന്നുള്ളതാണ്. സ്റ്റേറ്റിന്റെ മന്ത്രി ഇന്ന് വന്ന് നിലപാട് പറയുമ്പോൾ തൊട്ട തലേ ദിവസം എന്താണ് ഈ സംസ്ഥാനം വേടനെതിരെ വേടന്റെ ജാമ്യാപേക്ഷ റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ ഉന്നയിച്ച വാദങ്ങൾ കൂടി പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തേണ്ടതുണ്ട്. ഒന്ന്, അവർ പറഞ്ഞത് വേടൻ പറഞ്ഞ വാക്കുകളുടെ ക്രെഡിബിലിറ്റി എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടെന്നാണ്. മോഹൻലാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ ആനക്കൊമ്പ് മറ്റൊരാളാണ് കൊടുത്തത് എന്ന് പറഞ്ഞ സമയത്ത് അത് ഈ പറയുന്ന സിസ്റ്റവും സ്റ്റേറ്റും വിശ്വസിച്ചു കൃത്യമായിട്ട്. അത് സത്യം തന്നെയായിരുന്നു. വേടന്റെ കാര്യത്തിൽ വേടൻ ഇതൊരു സുഹൃത്താണ് തന്നത് എന്ന് പറഞ്ഞ സമയത്ത് ആ സ്റ്റേറ്റ്മെന്റ് നുണയാണെന്ന് ഈ പറയുന്ന സിസ്റ്റം തന്നെ എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത്? അപ്പോൾ ആര് പറയുന്നത് സത്യം, ആര് പറയുന്നത് നുണ എന്ന് പറയുന്ന കാര്യത്തിൽ പ്രിസംഷൻ, ഈ പറയുന്ന മുൻധാരണകൾ, പ്രജുഡൈസ് ഈ സിസ്റ്റത്തിനുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അവർ പറഞ്ഞത് വേടൻ എന്ന് പറയുന്നത് ഒരു പോപ്പുലർ ആർട്ടിസ്റ്റ് ആണ്. പോപ്പുലർ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഇദ്ദേഹം അബ്സ്കോണ്ട് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ്. ഇത് കേട്ട ചിരി വരില്ല മനുഷ്യന്മാർക്ക്. അതായത് നാട്ടിലെ പ്രമുഖനായുള്ള വ്യക്തി ആയതുകൊണ്ട് കടന്നു കളയാൻ സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. നടൻ മുകേഷിനെതിരെയുള്ള കേസിനകത്ത് പ്രമുഖനായതുകൊണ്ട് പുറത്തു കടക്കാൻ സാധ്യതയില്ലെന്ന് കരുതിയ ആളുകൾ മോഹൻലാലിന്റെ കേസ് വന്ന സമയത്ത് ഹൈക്കോർട്ടിനകത്ത് സബ്മിറ്റ് ചെയ്ത അഫിഡവിറ്റിനകത്ത് പറഞ്ഞത്
മോഹൻലാലിനെതിരെ 2 പേർ ഈ കേസ് തുടർന്ന് മുന്നോട്ടേക്ക് പോകണം എന്ന് പറഞ്ഞത് അദ്ദേഹം പ്രബലനായതുകൊണ്ടാണ്, അദ്ദേഹം ഒരു ഫിലിം സ്റ്റാർ ആയതുകൊണ്ടാണെന്നാണ് പറഞ്ഞത്. ഈ കേസുകളുടെ മെറിറ്റുകൾ തമ്മിൽ വ്യത്യാസമുണ്ടാവും. പക്ഷെ ഒരു സ്ഥലത്ത് ഒരു വ്യക്തി ഫിലിം സ്റ്റാർ ആവുന്ന സമയത്ത്, ഒരു വ്യക്തി പോപ്പുലർ ആവുന്ന സമയത്ത് ആ വ്യക്തിക്ക് എതിരെ നടക്കുന്ന ഗൂഢാലോചനയാണെന്ന് സ്റ്റേറ്റ് പറയുകയും ഇവിടെ വേടൻ എന്ന് പറയുന്ന വ്യക്തി ഫേമസ് ആയതുകൊണ്ട് നാട് കടക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുകയും ചെയ്യുന്നതാണ് ഇരട്ട നീതി എന്ന് പറയുന്നത്. മറ്റൊന്ന് പറഞ്ഞത് എവിഡൻസ് ടാമ്പർ ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് ഈ പറഞ്ഞ പുലിനകം വേടനെടുത്ത് അങ്ങ് വിഴുങ്ങാൻ സാധ്യതയുണ്ട് അത്രേ. ആ രീതിയിലാണല്ലോ സ്റ്റേറ്റ് പറയുന്നത്. ഇത് ടാമ്പർ ചെയ്യാൻ സാധ്യതയുണ്ട്, അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുകളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. കസ്റ്റഡി റിട്ടേൺ റിപ്പോർട്ടിൽ ഒരു കാര്യം കൂടെ അവർ സൂചിപ്പിച്ചു, ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ്. എന്ത് കാര്യത്തിലാണ്? ഇദ്ദേഹം വേട്ടയാടി പിടിച്ചതാണോ എന്നുള്ള സംശയമുണ്ടെന്ന് സ്റ്റേറ്റിൽ നിന്നാണ് പറഞ്ഞത്. മൃഗവേട്ട നടത്തിയിട്ടുണ്ട് എന്ന തരത്തിലേക്ക് ആ വകുപ്പുകളൊക്കെ വളരെ ഗംഭീര വകുപ്പുകളുമാണ്. ഞാൻ അതിലേക്ക് എത്താം.